സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്യുന്നു. ആ ട്രെയിലർ റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ അണിയറ പ്രവർത്തകർ പറയുകയാണ് ഇന്ന സമയത്ത് ആ ചിത്രം റിലീസിന് എത്തുമെന്നുള്ളത്. ഒരുപാട് ആരാധകരുള്ള ഒരു താരത്തിൻ്റെ സിനിമ ഒരു റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കുമ്പോൾ മറ്റ് സിനിമകളൊക്കെ തന്നെ അതനുസരിച്ചുള്ള റിലീസ് ഡേറ്റുകൾ മാറ്റപ്പെടുമ്പോൾ ഒരു ഇൻഡസ്ട്രി തന്നെ അതനുസരിച്ച് മാറുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം ന്യൂ ഇയർ അപ്ഡേറ്റായി ലൈക്ക പ്രൊഡക്ഷൻസ് പുറത്തുവിട്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വിടാമുയർച്ചി എന്ന സിനിമ പൊങ്കലിന് റിലീസിന് എത്തില്ല എന്നുള്ളത് സംബന്ധിച്ചാണ്. അജിത് ആരാധകർ എല്ലാവരും നിരാശരായി മാറേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു. കാരണം വിടാമുയർച്ചിയുടെ ട്രെയിലർ റിലീസ് ആയതിനു ശേഷം ഒട്ടനവധി ആരാധകരാണ് ആ ട്രെയിലറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അനിരുദ്ധിൻ്റെ കോമ്പോസിഷൻ ആയിക്കോട്ടെ, ഹോളിവുഡ് ലെവലുള്ള ഫ്രെയിംസ്, അങ്ങനെ നിരവധി കമൻസുകൾ വിടാമുയർച്ചിക്ക് വേണ്ടി എത്തിയിരുന്നു. വിടാമുയർച്ചിയുടെ ട്രെയിലർ അപ്ഡേറ്റ് റിലീസ് പോലും വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അങ്ങനെ വലിയ ഹൈപ്പ് ഒന്നുമില്ലാതെ ഇന്ന ദിവസത്തിൽ ഇന്ന സമയത്ത് ഈ ട്രെയിലർ റിലീസ് ചെയ്യും അങ്ങനെ ഒന്നും പറയാതെ പെട്ടെന്ന് ഒരു ട്രെയിലർ അങ്ങ് റിലീസ് ചെയ്യുകയാണ്. അതും അജിത് കുമാർ എന്ന തമിഴ്നാട്ടിൻ്റെ ഹൃദയമിടിപ്പിൻ്റെ ട്രെയിലറാണെന്നും കൂടി ഒന്ന് ഓർത്തു നോക്കണം. അങ്ങനെ പെട്ടെന്ന് ട്രെയിലർ റിലീസ് ചെയ്യുന്നു. അജിത് പടമായതുകൊണ്ട് തന്നെ ആളുകൾക്ക് അത് വലിയ ഞെട്ടലൊന്നുമില്ല. അങ്ങനെ പൊങ്കൽ റിലീസിനെത്തുമെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം പൊങ്കൽ റിലീസ് ഇല്ല എന്നും പറയുന്നു. അപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ചർച്ച നടക്കുന്നത്. ചർച്ച ഇതാണ്: ഒരു വിജയ് ചിത്രം റിലീസിനെത്തുന്നതിന് മുൻപ്, ആ റിലീസിന് എത്രയോ നാൾക്ക് മുമ്പ്, ഷൂട്ടിന് മുമ്പ് തന്നെ ആ റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കുകയും അതേ കൃത്യമായ റിലീസ് ഡേറ്റിന് ആ ചിത്രം റിലീസ് ചെയ്യാൻ അതിൻ്റെ അണിയറ പ്രവർത്തകരും താരമായ വിജയ്ക്കും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ചർച്ച. പലപ്പോഴായി വിജയ് അജിത് ചർച്ചകൾ, ഇവർ തമ്മിലുള്ള ക്ലാഷ്, ഇവർ തമ്മിലുള്ള ബഹളങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും വൈറലാകാറുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ ഇരുവരും സിനിമകളുടെയും ക്ലാഷ് കണ്ടത് വാരിസും തുനിവും എന്ന ചിത്രമാണ്. ഈ രണ്ട് ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ പരാജയമായതുകൊണ്ട് തന്നെ ആരായിരുന്നു ഏറ്റവും കൂടുതൽ വിജയിച്ചതെന്നുള്ള ചർച്ചകൾ രണ്ട് ആരാധകർ തമ്മിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ പോലും വിജയ് അജിത് ചർച്ചകൾ, ഇരുവരും തമ്മിലുള്ള ആരാധകരുടെ ചർച്ചകൾ എപ്പോഴും വൈറലാണ്. ഇപ്പോൾ ഈ റിലീസ് ഡേറ്റ് പിൻവലിച്ചതിന് ശേഷം, പൊങ്കലിന് റിലീസ് ആവില്ല എന്ന് അറിയിച്ചതിന് ശേഷം വിജയ് ആരാധകരാണ് ഇക്കാര്യം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത്. കാരണം ലിയോ എന്ന ചിത്രം ഒക്ടോബർ 19 റിലീസ് ചെയ്യുമെന്ന് ഷൂട്ടിനും എത്രയോ നാൾക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നൊരു കാര്യവും കൂടിയായിരുന്നു. ഒരു അനൗൺസ്മെന്റ് ടീസർ ലോകേഷ് കനകരാജും കൂട്ടരും പുറത്തുവിട്ടപ്പോൾ തന്നെ ഒക്ടോബർ 19 ചിത്രം റിലീസ് ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു. കൃത്യമായി ലിയോ ആ സമയത്ത് റിലീസിനെത്തുന്നു. ഗോട്ട് എന്ന ചിത്രം സെപ്റ്റംബർ 5 റിലീസ് ചെയ്യുമെന്ന് എത്രയോ നാൾക്ക് മുന്നേ തന്നെ അതിൻ്റെ അണിയറ പ്രവർത്തകരും വെങ്കട് പ്രഭു ഉൾപ്പെടെയുള്ളവർ പറയുന്നു. കൃത്യമായി ആ ഡേറ്റിന് റിലീസിനെത്തുന്നു. എന്തുകൊണ്ട് അജിത് ചിത്രത്തിന് മാത്രം ഇത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. കഴിഞ്ഞ ദിവസം തിയേറ്റർ ഉടമകളും സംവിധായകരും ഒക്കെ നടത്തിയ ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പറഞ്ഞിരുന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വിജയ് ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് മറ്റ് ചിത്രങ്ങളുടെ റിലീസ് ഡേറ്റ് പോലും പ്രഖ്യാപിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. കാരണം ആ ഡേറ്റിനടുത്തോ അതിന് തൊട്ടടുത്തൊന്നും തന്നെ മറ്റൊരു സിനിമകളും കൊണ്ടുപോയി ക്ലാഷ് വെക്കാതിരിക്കുക, അതെല്ലാം പിന്തള്ളിക്കൊണ്ടും അതിനനുസരിച്ച് കൃത്യമായ ഒരു സ്പേസ് അനുസരിച്ച് മറ്റ് സിനിമകളും അതിൻ്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കുക എന്നുള്ളൊരു വലിയ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നൊരു കാര്യം, ഒരു വെളിപ്പെടുത്തലായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട താരത്തിൻ്റെ സിനിമ റിലീസിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ട് ഇത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ അജിത്ത് എന്ന നടൻ്റെ താരാരാധന എത്രമാത്രമാണെന്നുള്ളത് ഊഹിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ഉള്ള ആരാധകർ അത്രമാത്രമുണ്ട് അജിത്തിന്. അപ്പോൾ അജിത്തിനെ പോലൊരു താരത്തിൻ്റെ സിനിമ പൊങ്കൽ റിലീസിനെത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം അത് പിന്നീട് മാറ്റുമ്പോൾ മറ്റ് സിനിമകളുടെയും റിലീസ് ഡേറ്റുകൾ അതനുസരിച്ച് അവതാളത്തിലാണ് എന്നുള്ളതാണ് ഇതിന് മറ്റൊരു പ്രശ്നം. അല്ലാതെ അജിത് സിനിമയുടെ റിലീസ് ഡേറ്റ് മാത്രം മാറ്റുക എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. മറ്റ് സിനിമകളും അതനുസരിച്ച് പൊങ്കലിന് അജിത് ചിത്രം എത്തുകയാണ്. അപ്പോൾ അതനുസരിച്ച് കൃത്യമായി ചാർട്ട് ചെയ്ത് തൻ്റെ മറ്റ് സിനിമകൾ റിലീസ് ചെയ്യുക എന്നുള്ള ഓരോ സംവിധായകരുടെയും തീരുമാനത്തെ പോലും മാറ്റുന്ന രീതിയിലാണ് ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ഈ തീരുമാനം എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലൈക്കയ്ക്കെതിരെ കൃത്യമായ വിമർശനങ്ങളും ഇതിന് ശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയ് ആരാധകരൊട്ടാകെ തന്നെ തൻ്റെ ഇഷ്ടപ്പെട്ട നടൻ ഒരു റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അത് കൃത്യമായി റിലീസ് ചെയ്യുകയും അതിനോട് അഭിമാനം കൊള്ളുകയും ചെയ്യുകയാണ് നിലവിൽ. അതുകൊണ്ട് തന്നെ അജിത്ത് ആരാധകർക്ക് നേരെയാണ് ഇപ്പോൾ വിമർശനങ്ങൾ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്.